നമ്മുടെ നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പുറത്തുപോയി പഠിക്കുന്ന രാജ്യമാണ് കാനഡ. അതിന് പൊതുവെ റീസൺസ് എന്ന് പറഞ്ഞാൽ കാനഡ സേഫ് ആണ്. അതേപോലെ തന്നെ അവിടെ ബെറ്റർ ലൈഫ് സ്റ്റൈലുണ്ട്, അവിടെ വയലൻസ് കുറവാണ് എന്നൊക്കെയാണ് പൊതുവെ പറയുന്ന റീസൺസ്. ബട്ട് ഇന്നലെ കാനഡയിൽ തന്നെ വിറപ്പിക്കുന്ന ഒരു കാര്യമുണ്ടായി. കാനഡ സ്കൂളിൽ മാസ് ഷൂട്ടിംഗ്. അതിലാകെ 10 പേരാണ് മരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 25 പേർക്ക് പരിക്ക്. ഇൻവെസ്റ്റിഗേഷൻ ഇതുവരെ കണ്ടെത്തിയിരിക്കുന്നതെന്ന് വെച്ചാൽ കൊലപാതകി ഒരു സ്ത്രീയാണ്. 9 പേരെ കൊന്നിട്ട് അവൾ അവളെ തന്നെ കൊന്നിരിക്കുന്നു. അപ്പോൾ എന്താണ് ഉണ്ടായെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇന്നലെ ഏകദേശം ഒരു 1:20 പോലീസിന് ഒരു കോള് വരുന്നു, സ്കൂളിൽ ഒരു ഷൂട്ടർ ഉണ്ടെന്ന്. ആ സ്കൂൾ എന്ന് പറയുന്നത് ഒരു വലിയ സ്കൂളൊന്നുമല്ല, ഒരു ചെറിയ സ്കൂൾ. ആകെ ഒരു 160 പിള്ളേർ മാത്രം വരുന്ന സ്കൂൾ. പോലീസ് ഇത് കേട്ടോണ്ടും തന്നെ സംഭവത്തിന്റെ ഗ്രാവിറ്റി മനസ്സിലാക്കി ഉടനെ തന്നെ കമ്മ്യൂണിറ്റി ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. എല്ലാവരും അവരുടെ വീട്ടിലും അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി പ്ലേസിൽ തന്നെ ഒതുങ്ങിയിരിക്കുകയായിരുന്നു. ഉടനെ തന്നെ അവിടെ റെസ്ക്യൂ ടീമും ഹെലികോപ്റ്റേഴ്സും എല്ലാം തന്നെ അവിടെ എത്തി. പിന്നത്തെ ഇൻവെസ്റ്റിഗേഷനിൽ നിന്ന് മനസ്സിലാക്കിയതാണ് അവിടെ 7 ഡെഡ് ബോഡി ആ സ്കൂളിലും ബാക്കിയുള്ള 2 ഡെഡ് ബോഡി ഒരു വീട്ടിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. പോരാത്തതിന് ആ ഷൂട്ടർ അവരെ തന്നെ കൊന്ന സ്ഥിതിയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ മാസ് ഷൂട്ടിങ്ങിന്റെ മോട്ടീവ് എന്താ, അതുപോലെ തന്നെ ഈ ഗൺ എവിടെ നിന്ന് കിട്ടി എന്ന് യാതൊരു ചോദ്യത്തിനും ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല. സ്കൂൾ ഷൂട്ടിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ മോസ്റ്റ്ലി കേൾക്കുന്നത് USA നിന്നാണ്. കാനഡയിൽ ഈ സ്കൂൾ ഷൂട്ടിംഗ് എന്നൊക്കെ പറയുന്നത് വളരെ റെയർ ആണ്. ഇതുപോലൊരു വലിയ സ്കൂൾ ഷൂട്ടിംഗ് കാനഡയിൽ നടക്കുന്നത് ഒരു 5 വർഷം മുമ്പേ ആയിരുന്നു. അന്ന് 23 പേരാണ് മരിച്ചത്, ആ ഷൂട്ടറിനെ ഉൾപ്പെടെ. അന്നത്തെ ആ സംഭവത്തിന് ശേഷം കാനഡയിൽ കുറെ സ്ട്രിക്റ്റ് ഗൺ ലോസ് കൊണ്ടുവന്നു, കുറെ ഇല്ലീഗൽ ഗൺസ് റിക്കവർ ചെയ്തു, അതുപോലെ തന്നെ കുറെ ഗൺസിനെ ബാൻ ചെയ്യുകയും ചെയ്തു. ഇവിടെ കാനഡ ഏറ്റവും വലിയ ചാലഞ്ച് ഫേസ് ചെയ്യുന്നതാണ് ഗൺ സ്മഗ്ലിംഗ്, അതും പ്രത്യേകിച്ച് USA നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഗണ്ണ്. 2024 റിപ്പോർട്ട് പ്രകാരം പിടിച്ചെടുത്തിരിക്കുന്നതിൽ 90% ഗൺസും USA നിന്നാണ് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഈ ഗൺ ബാൻ ചെയ്താൽ മാത്രം പോരാ, ഈ ഇല്ലീഗൽ സപ്ലൈ ചെയ്യേണ്ട റൂട്ടിലായിട്ട് തന്നെ കട്ട് ചെയ്ത് കളയണം. ഇല്ലെങ്കിൽ ഈ സേഫ് കൺട്രി എന്നൊക്കെ പറയണത് വെറും പേപ്പറിൽ തന്നെ ഒതുങ്ങിപ്പോവും. ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്ത് ചെയ്താലായിരിക്കും ഇമ്മാതിരത്തെ ഇൻസിഡൻസ് കുറയ്ക്കാൻ പറ്റുക? അത് നിങ്ങൾ കമന്റ് സെക്ഷനെ അറിയിക്കൂ. ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് സിമ്പിളായിട്ട് അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, ബൈ.